വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. കേട്ടല്ലോ? ഹായ് ആൾ, സ്വാതി മിസ് ആണ്. നിങ്ങൾ പലപ്പോഴും ഈ പറഞ്ഞ ഒരു ഡയലോഗ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നിങ്ങൾ സ്കൂൾസിൽ നിന്നോ നിങ്ങളുടെ വീട്ടിൽ നിന്നോ വല്ല റിലേറ്റീവ്സിന്റെ അടുത്തുനിന്നോ പലപ്പോഴും ആയിട്ടും ചിലപ്പം ഇങ്ങനെ ഒരു ഡയലോഗ് കേട്ടിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ മാത്രമല്ല, ഹിന്ദി സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്തും ഇത് തന്നെയാണ് മിസ്സിനും പറയാനുള്ളത്. വാക്കുകളാണ് സൂക്ഷിച്ചും കണ്ടും ഉപയോഗിക്കണം, അല്ലെങ്കിൽ പണി വരും അവറാച്ച, ഷുവറാണ് വരും. ഓക്കെ, എന്താ മിസ് പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ ഓണ എക്സാമിന് നിങ്ങൾക്ക് അധിക പേർക്കും കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് എന്ത്? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, ആൻസർ എഴുതാൻ പറ്റുന്നില്ല ആണ്. എന്തുകൊണ്ടായിരിക്കും ആ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാവാണ്ടിരുന്നത്? മിസ് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. എന്താണെന്നല്ലേ? അതായത് ഒരു ക്വസ്റ്റ്യൻ, ഒരു 3 ലൈൻ അല്ലെങ്കിൽ 4 ലൈനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് എക്സാമിന് വന്നത് എന്ന് വിചാരിച്ചോ. ആ 4 ലൈനിൽ ഏതെങ്കിലും ഒരൊറ്റ വേർഡ് നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കുന്നതാണ് ഇഷ്യൂ അല്ലേ? ഒരു വേർഡ് നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലെ? 2 ലൈൻ ഉണ്ടായിരിക്കും, രണ്ടാമത്തെ ലൈനിൽ ചിലപ്പം നടുക്കിൽ ഒരു സെന്റൻസ്, ഒരു വേർഡ് ഉണ്ടായിരിക്കും. ഒരൊറ്റ വേർഡ്, ഒരു ചെറിയ വേർഡായിരിക്കും, ചിലപ്പോൾ 3 ലെറ്റർ മാത്രമുള്ള ഒരു വേർഡായിരിക്കും. ആ വേർഡ് മനസ്സിലായിട്ടില്ല എന്നത് കാരണമാണ് നിങ്ങൾക്ക് 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് നഷ്ടമാകുന്നത് ആയിരിക്കുമല്ലോ. പലർക്കും മിസ് ഇത് പറഞ്ഞപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒരു വേർഡ് മനസ്സിലാവാത്തത് കാരണം കംപ്ലീറ്റ് ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് കളയേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്? നിങ്ങൾ ആ ചാപ്റ്റർ, നിങ്ങൾ ഏത് ചാപ്റ്റർ ആണോ ആ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്തില്ല? നിങ്ങൾ വേർഡ്സ് പഠിച്ചു വെച്ചില്ല. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ആ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത് അതിന്റെ സമ്മറി നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. എക്സാമിന് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ചിലപ്പോൾ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന കണ്ടന്റ് ഒരു വേർഡ് ഉണ്ടായിരിക്കും. ആ വേർഡ് നിങ്ങൾ പഠിച്ചു വെക്കാത്തത് കാരണം കംപ്ലീറ്റ് ആ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റാണ്ടായി അല്ലേ? അങ്ങനെയല്ലേ വരാറുള്ളത്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത നമ്മുടെ മെയിൻ എയിം എന്താണ്? ഡിസംബർ ക്രിസ്മസ് എക്സാം ആണ്. ദേ നമ്മൾ എന്താണ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ടൈം ഏകദേശം ആവുന്നുണ്ട്. നിങ്ങൾ അപ്പം എന്ത് ചെയ്യണം? പുതിയൊരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾസിൽ നിന്നാണെങ്കിലും നിങ്ങളുടെ സെന്ററിൽ നിന്നാണെങ്കിലും ഒക്കെ എന്ത് തരാറുണ്ട്? ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സ് എന്താണ് ആദ്യം തന്നെ നിങ്ങൾക്ക് ചെയ്തു തരാറ്? അതായത് വേർഡ്സ്, ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ന്യൂ വേർഡ്സ് ഒരുപാട് നിങ്ങൾക്ക് തരാറുണ്ട്. ആ ന്യൂ വേർഡ്സ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടില്ലെങ്കിൽ മക്കളെ ഒരു തരത്തിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയായിട്ട് എഴുതാൻ കഴിയില്ല അല്ലേ? നിങ്ങൾ എന്നെ ഒന്ന് ഓർത്ത് നോക്കിയേ. ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂ വരാറ്? ഒരു വേർഡ് മനസ്സിലായില്ല എന്നത് കാരണമല്ലേ നിങ്ങൾ കംപ്ലീറ്റ് ആ ക്വസ്റ്റ്യൻ മനസ്സിലാവാതെ മാറ്റിക്കളയാറ്, എഴുതാൻ പറ്റാണ്ടിരിക്കാറ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചു വെച്ച ആ വേർഡിന്റെ അർത്ഥം അതായിരിക്കൂല. നിങ്ങൾ ചിലപ്പം ഒരു അർത്ഥം വിചാരിച്ചു വെച്ചിട്ട് നിങ്ങൾ ആ അർത്ഥം മനസ്സിൽ വിചാരിച്ച് കുറേ എഴുതി വെക്കും. പക്ഷെ എക്സാം പേപ്പറൊക്കെ കിട്ടുന്ന സമയത്ത് എന്താണ്, ഞാൻ വിചാരിച്ച ഉത്തരം അല്ലായിരുന്നു, ഞാൻ വിചാരിച്ച അർത്ഥം അല്ലായിരുന്നു ആ വേർഡിന്, അപ്പൊ കംപ്ലീറ്റ് തെറ്റിപ്പോയി. അപ്പൊ എന്താണ് മെയിൻ പ്രശ്നം? നിങ്ങൾ കറക്റ്റ് വേർഡ്സിന്റെ മീനിങ് പഠിച്ചു വെക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് ഇനി അങ്ങോട്ടേക്ക് പഠിക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ കറക്റ്റ് വേർഡ്സ് കുറച്ച് വേർഡ്സ് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് വലിയ ചാപ്റ്റേഴ്സ് എന്നൊക്കെ ഒരു 100 ന്യൂ വേർഡ്സ് ഉണ്ടായിരിക്കും, 100 എണ്ണം ഉണ്ടായിരിക്കും. നിങ്ങൾ 100 എണ്ണം ഒന്നും പഠിക്കണ്ട. ആ ചാപ്റ്റർ ഏകദേശം മനസ്സിലാക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് വേർഡ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കാം. ഓക്കെ ആണല്ലോ? നമ്മുടെ ഓണ എക്സാമിന് പറ്റിയിട്ടുള്ള മെയിൻ മിസ്റ്റേക്ക് ആയിരുന്നു ഇത്. എന്ത്? വേർഡ്സിന്റെ മീനിങ് പഠിച്ചില്ല. അത് കാരണം പല ക്വസ്റ്റ്യൻസും മനസ്സിലാക്കാൻ പറ്റിയില്ല, ഒഴിവാക്കി കളഞ്ഞു. ആ ഒരു മിസ്റ്റേക്ക് വരുന്ന ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യരുത്? റിപ്പീറ്റ് ചെയ്യരുത്. നിർബന്ധമായിട്ടും വേർഡ്സിന്റെ മീനിങ് നിങ്ങൾ കറക്റ്റ് പഠിച്ചു വെക്കുക. നിങ്ങളില്ലേ, ഒരു കാര്യം മിസ് ചോദിക്കട്ടെ, കറക്റ്റ് വേർഡ്സ് പഠിച്ചു വെക്കാതെ നിങ്ങൾ എങ്ങനെ എക്സാം എഴുതുക? ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാവുക? നിങ്ങൾ പിന്നെ എന്തിനാ എക്സാം ഹാളിൽ കയറിയിരിക്കുന്നത്? പഠിക്കാതെ വേർഡ്സിന്റെ മീനിങ് മനസ്സിലാക്കാതെ എക്സാം ഹാളിൽ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾക്ക് കയറിയിരിക്കാൻ പറ്റുക? അപ്പൊ എന്ത് ചെയ്യുക? ഈ മിസ്റ്റേക്ക് എന്നെ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. റെഡി ആണല്ലോ? അടുത്ത എക്സാമിന് ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾ കറക്റ്റ് വേർഡ്സ് പഠിച്ചു വെക്കുക. ആ പഠിക്കാതെ എക്സാമിന് പോയിരിക്കുന്നത് എന്താടാ? നിങ്ങൾ ഒന്നും പഠിക്കാതെ ഒന്നും മനസ്സിലാക്കാതെ എന്തോ ഒരു റിസൾട്ട് എക്സ്പെക്ട് ചെയ്തിട്ട് പോയിരിക്കുന്ന പോലെ ആയിരിക്കും. അതുകൊണ്ട് ഓണ എക്സാമിന് പറ്റിയിട്ടുള്ള ഈ ഒരു മിസ്റ്റേക്ക് ഇനി നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. നല്ലൊരു റിസൾട്ട് എക്സ്പെക്ട് ചെയ്യണം.
ചെയ്യണം, എക്സ്പെക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതിന്റെ കൂടെ നമ്മളിവിടെ വർക്ക് ചെയ്യണം അല്ലേ. അപ്പം എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾ കറക്റ്റ് വേർഡ്സ് ഒന്ന് മനസ്സിലാക്കി നോക്കിയേ. ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടോ കറക്റ്റ് വേർഡ്സ് മനസ്സിലാക്കാതെ എക്സാമിന് പോകുന്നവര്? മിസ് ഈ പറഞ്ഞിട്ടുള്ളതാണ് പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വിട്ട് കളയേണ്ടി വരുന്നതിന് കാരണം എന്ന് നിങ്ങൾക്ക് തോന്നിയോ ഈ വീഡിയോ കണ്ടപ്പോൾ, മിസ് സംസാരിച്ചേ കേട്ടപ്പോൾ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. എന്ത്? ആ മിസ്സേ ശരിയാണ്, വേർഡ്സ് മനസ്സിലാവാത്തത് കാരണമാണ് എക്സാമിന് പല ക്വസ്റ്റ്യൻസും ഞാൻ വിട്ട് കളയാറ് എന്ന് തോന്നിയവർ ഈ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ ആണല്ലോ, റെഡി ആണല്ലോ? അപ്പൊ എന്ത് ചെയ്യാ, നമ്മുടെ സബ്ജക്റ്റ് ഹിന്ദിയാണ്. ഹിന്ദിയിൽ നിങ്ങൾക്ക് വേർഡ്സ് പഠിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റൂല. സയൻസ് പോലെയോ സോഷ്യൽ പോലെയോ ഒന്നുമല്ല, നമുക്ക് ഓരോ തിയറികളൊന്നും അല്ല പഠിച്ചു വെക്കാനുള്ളത്. മെയിൻ ആയിട്ട് എന്താണ്? വേർഡ്സ് ആണ്. വേർഡ്സിനെ കൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് എന്താണ്, ഒരു താജ്മഹൽ ആണ് നമ്മുടെ ഹിന്ദി എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്യണം, നിങ്ങൾ കറക്റ്റ് വേർഡ്സിന്റെ മീനിങ് പക്കയായിട്ട് പഠിച്ചു വെച്ചിട്ട് അടുത്ത എക്സാം ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയേ. നമുക്ക് നോക്കാം ചേഞ്ച് വരുന്നുണ്ടോ എന്ന് നമുക്കറിയാലോ, നമ്മുടെ തെറ്റിതാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാലോ. റെഡി അല്ലേ? യെസ് മക്കളെ. അപ്പം ഈ മിസ് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് താഴെ കമന്റ് ചെയ്യണം. ഇങ്ങനെയാണ് നിങ്ങളുടെ മിസ്റ്റേക്ക്, ഇത് കാരണമാണ് നിങ്ങൾക്ക് അങ്ങനെ പറ്റാറ് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കടാ. റെഡി അല്ലേ? യെസ് മക്കളെ.